നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിൻ വോട്ടിംഗ് എത്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പ്രചാരണം ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ. വോട്ടെടുപ്പ് നീളുന്നതിൽ മുന്നണികൾക്ക് ആശങ്കയും ആശ്വാസവും. നോക്കൂ, നമ്മുടെ പ്രചരണം എന്തായാലും നടക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഞായറാഴ്ച രാവിലെ കാരണം 7:30 മണി മുതൽ ഓരോരു പള്ളിയിൽ സഞ്ചരിച്ചു. കുറേ ആൾക്കാരെ കാണാൻ സാധിച്ചു. ഒരു കല്യാണത്തിൽ കയറി ഇറങ്ങി. ഇപ്പോൾ ഇന്ന് ഒരു ഊണ് നേർച്ച എന്ന് പറഞ്ഞ സെന്റ് ജോസഫ്സിന്റെ ഫീസ്റ്റിന് വേണ്ടിയുണ്ട്. അതിന് എന്നെ ക്ഷണിച്ചിട്ട് ഞാൻ അതിനെത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി മറ്റന്നാൾ വീണ്ടും കേരളത്തിലെത്തും. രാഹുൽ ഗാന്ധിയും വയനാട്ടിലേക്ക്. ഏഴുഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ. കോൺഗ്രസിന് പുറമെ എതിർപ്പറിയിച്ച തൃണമൂൽ കോൺഗ്രസും BSPയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകാൻ തീരുമാനം. മുസ്ലിം ലീഗിന് പിന്നാലെ സമസ്ത. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി മാറ്റി നിശ്ചയിക്കണമെന്ന ആവശ്യം. വെള്ളിയാഴ്ചയിലെ വോട്ടെടുപ്പ് വിശ്വാസികൾക്ക് പ്രയാസം സൃഷ്ടിക്കും. പോളിംഗിനെ ബാധിക്കുമെന്നും ആശങ്ക. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് സമാപനം. മുംബൈ ശിവാജി പാർക്കിൽ ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടനം. MK സ്റ്റാലിൻ, അഖിലേഷ് യാദവ്, ശരത് പവാർ, ഉദ്ധവ് താക്കറെ തുടങ്ങിയവർ പങ്കെടുക്കും. CPIM-ഉം CPI-യും വിട്ടുനിൽക്കും. मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ. വോട്ടർമാരെ പാട്ടിലാക്കാൻ മുന്നണികൾ. തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. അറിവാറ്റുറ്റിക നക്ഷത്രം വോട്ട് പോടലാമാ. നിലപാടിൽ മലക്കം മറിഞ്ഞ് P ജയരാജൻ. BJP സ്ഥാനാർത്ഥികൾ മികച്ചതെന്ന് പറഞ്ഞത് ജാഗ്രത വേണമെന്ന സന്ദേശം നൽകാൻ. ആപത്തുണ്ട്. ഇത് ഉപയോഗപ്പെടുത്താനാണ് BJP സംഘപരിവാർ ശ്രമിക്കുന്നത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. അതീവ ജാഗ്രത വേണം. അതാണ് ഞാൻ കൊടുത്ത സന്ദേശം. മത്സരം LDF-ഉം UDF-ഉം തമ്മിലെന്ന് MV ഗോവിന്ദൻ. മോദിയുടെ വരവ് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല. BJPയുടെ വലയിൽ വീഴാതെ S രാജേന്ദ്രൻ. CPIM-ഉമായുള്ള പടലപ്പിണക്കം അവസാനിപ്പിച്ചു. LDF ദേവികുളം നിയോജക മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്തു. വേദിയിൽ MM മണിയും. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വിശദമായി. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാരെ പാട്ടിലാക്കാൻ മുന്നണികളും സ്ഥാനാർത്ഥികളും പഠിച്ച പണി 18 പയറ്റും. അതിൻ്റെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ. ഒരു കാലഘട്ടത്തിൽ സിനിമാ ഗാനങ്ങളുടെ പാരഡി ഗാനങ്ങൾ ആയിരുന്നു പ്രധാനമായും നമുക്ക് കേൾക്കാൻ സാധിച്ചിരുന്നത്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങൾ അടക്കം കൂടുതൽ പ്രചരിച്ചതോടുകൂടി ഇത് മാറി രാഷ്ട്രീയ പാർട്ടികൾ തീം സോങ്ങുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോഴിതാ BJPയുടെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ പരിവാർ പ്രയോഗവുമായാണ് ഗാനം പുറത്തിറങ്ങിയിട്ടുള്ളത്. मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ. कांधे पे रख के हाथ मेरे मुझको वो समझाता है, वो देता हर पल साथ मेरा, मेरा हौसला बढ़ाता है. परवाह उसे है मेरी, मैं उसका पहरेदार हूँ. मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ.
पक्की छत है वो, मेरे अपनों की सेहत है वो, मेरी जरूरतों का पता उसे बदल रहा मेरी किस्मत वो देख रहा जो सपने में उनका किरदार हूँ। मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ। बेटी, मैं तुम्हें आशीर्वाद देता हूँ, मैं जरूर तुझे चिट्ठी लिखूंगा। देश की हर माँ को उसने अपनी माँ माना, देश की हर बेटी को उसने अपना सा जाना। मैं चला बनाने उसकी फिर से अब सरकार हूँ। मैं नरेंद्र दामोदर दास मोदी, मैं मोदी का परिवार हूँ, 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 മോദി പരിവാർ छु नान मोडियन कुडुंबम आम्ही मोदी परिवार मी मोदींचा परिवार आहे नन्नदु मोदी परिवार മോദി ഗാരി കുടുംബം നേനു ജ്ഞാനം മോദിയുടെ കുടുംബമാണ് മോദി പൊരിയാലോ മോദി यांका परिवार मैं मोदी का परिवार हूँ, मैं मोदी का परिवार हूँ, मैं मोदी का परिवार। BJP മാത്രമല്ല മറ്റ് മുന്നണികളും പാർട്ടികളും സ്ഥാനാർത്ഥികളും ഒക്കെ ഈ നിലയിൽ പ്രചാരണം തുടരുന്നുണ്ട്. അതിലേക്ക് വരാം. അതോടൊപ്പം തന്നെ ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടത്തുന്നതിനെതിരെ മുസ്ലിം ലീഗും സമസ്തയും എതിർപ്പ് അറിയിച്ച് രംഗത്ത് വന്നു. വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടന്നാൽ അത് പോളിംഗിനെ ബാധിക്കും എന്നാണ് സമസ്തയുടെ ആരോപണം. വിശ്വാസികൾക്ക് ഇത് ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്നാണ് സമസ്തയുടെ നിലപാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളിയാഴ്ച ദിവസം കേരളത്തിൽ പോളിംഗ് നടത്താനുള്ള തീരുമാനത്തിനെതിരെ മുസ്ലിം സംഘടനകൾ വിവിധയിടങ്ങളിൽ നിന്നായി എതിർപ്പുമായി രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ലീഗും സംസ്ഥയും കാന്തപുരവുമെല്ലാം ഇക്കാര്യത്തിൽ തിരുത്തൽ വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിട്ടുമുണ്ട്. നമുക്കൊപ്പം SKSSF സ്റ്റേറ്റ് സെക്രട്ടറി OP അഷ്റഫ് ഉണ്ട്. സാറേ, എന്തുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ച ദിനത്തിലെ ഈ പോളിംഗിനെതിരായി നിങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്? വെള്ളിയാഴ്ച വിശ്വാസികൾ ഏറെ സമയം ആരാധനയ്ക്ക് വേണ്ടി വിനിയോഗിക്കേണ്ട ഒരു ദിവസമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ചയിലെ ഒരു ദിവസമാണ്, ആരാധനയുടെ ദിവസമാണ് വെള്ളിയാഴ്ച. ആ ദിവസം പോളിംഗ് നടന്നു കഴിയുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഒരുപാട് പ്രയാസങ്ങൾ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസമാണ്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ഡ്യൂട്ടിയിൽ നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അത് പ്രയാസകരമായിട്ട് ബാധിക്കും. പോളിംഗ് ഏജന്റുമാരായിട്ട് നിയമിക്കപ്പെടുന്ന ആളുകൾ അവർക്കും അത് ദോഷകരമായി ബാധിക്കും. അതിനൊക്കെ അപ്പുറത്ത് ഒട്ടേറെ ആളുകൾ വിദൂര സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ഈ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് വോട്ട് വിനിയോഗിക്കാൻ അവസരം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു ദിവസത്തിൽ നിന്ന് മാറി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി നിശ്ചയിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് കമ്മീഷനോട് കാര്യം ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. തീർച്ചയായിട്ടും അനുകൂലമായ പ്രതികരണം ഉണ്ടാവുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മുസ്ലിം സംഘടനകൾ എന്നല്ല, ഇത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം തന്നെ അവർക്കൊക്കെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇവിടെ ഏപ്രിൽ 26 കേരളത്തിൽ വെള്ളിയാഴ്ചയാണ്. 19 ലക്ഷദ്വീപ്, അതുപോലെ തന്നെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഒട്ടേറെ സ്ഥലങ്ങൾ. ഇതൊക്കെയും ലക്ഷദ്വീപൊക്കെ എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. അവിടെയുള്ള ആളുകൾ, വോട്ടർമാർ, അതുപോലെ തന്നെ അവിടെ ബൂത്ത് ഏജന്റുമാരായിട്ട് വരുന്ന ആളുകൾ, ഉദ്യോഗസ്ഥന്മാരായിട്ട് വരുന്ന ആളുകൾ, അവരൊക്കെ ആ തരത്തിലുള്ള ആളുകളായിരിക്കും. തീർച്ചയായിട്ടും അവർക്കതൊരു ദോഷകരമായി ബാധിക്കും. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ വ്യവസ്ഥ എന്ന നിലക്ക്, രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടേണ്ട ഒരു സാഹചര്യം എന്ന നിലക്ക് അത്തരം ഒരു ദിവസത്തിലെ വോട്ടെടുപ്പ് മാറ്റിവെക്കണം
എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ പക്ഷേ അതിന് തൊട്ടു മുമ്പുള്ള ഡേറ്റ് 1-ാം ഘട്ടം നടക്കുന്നത് 19, രണ്ടാമത് 3-ാം ഘട്ടം നടക്കുന്നത് മെയ് 3. ഇത്തരം ദിവസങ്ങളിലേക്കൊക്കെ തള്ളൽ പ്രാപ്തമാവും. കാരണം തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പാണ്, അടുത്തടുത്ത സംസ്ഥാനങ്ങളിലെ ഒഴിവാക്കിയാണ് ഈ ഘട്ടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. പ്രായോഗികമായൊരു മാറ്റം പറ്റുമോ? ഈ പ്രായോഗികമായ മാറ്റം എന്നത് നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത്. അവർ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിൽ വരും എന്ന് വിശ്വസിക്കുകയാണ്. കാരണം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ആ രാജ്യത്തെ പൊതുജനങ്ങളുടെ വികാരം കൂടെ മനസ്സിലാക്കി നീതിക്കൊപ്പം നിൽക്കേണ്ട ആളുകളാണല്ലോ തീർച്ചയായിട്ടും ഈ കമ്മീഷൻ എന്ന് പറയുന്നത്. അവരങ്ങനെ ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ രാജ്യത്തൊട്ടാകെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി മാസങ്ങളോളം ചർച്ചകൾ നടത്തി ഇത് കാര്യങ്ങൾ, ഉത്സവങ്ങൾ, പ്രാദേശിക ഉത്സവങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഇതൊക്കെ പരിഗണിച്ചല്ലേ ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിലൊരു ചിന്തനം ഉണ്ടാകുമോ എന്ന്? അങ്ങനെ ആണോ എന്നറിയില്ല. ആകേണ്ടിയിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെയാണ് വേണ്ടിയിരുന്നത്. അത് ബോധ്യപ്പെട്ട് അതിനനുസരിച്ചായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ധാരണയില്ല. അത് അത്തരമൊരു കമ്മ്യൂണിക്കേഷൻ നടന്നോന്ന് അറിയില്ല. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഡേറ്റിൽ വരില്ലായിരുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണല്ലോ. ഒരു കമ്മ്യൂണിറ്റി എന്നതിനപ്പുറത്ത് രാഷ്ട്രീയമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്, രാജ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടിയിരുന്നത്. ധാരണപ്പുറത്തായിരിക്കില്ല എന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും ഈ തീയതിയിൽ ഒരു മാറ്റം വരുമെന്നാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. കാരണം വളരെ ഗുരുതരമായി ഈ വോട്ടിംഗ് ശതമാനത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ വരും, അല്ലെങ്കിൽ ബൂത്ത് ഏജന്റുമാർക്ക് പൂർണ്ണ സമയം തങ്ങളുടെ ബൂത്തുകളിൽ ഇരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ അവസ്ഥ പരിഗണിച്ചാൽ മലബാർ മേഖലയിലെ പല ഇടങ്ങളിലും ഇത്തരത്തിൽ ബൂത്ത് ഏജന്റുമാർക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഉദ്യോഗസ്ഥർക്കും ഇത് വലിയ ബുദ്ധിമുട്ട് വരുത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ മേഖലയിൽ ഒന്നടങ്കം ഇതിനെതിരെ ഒരു പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. നിരവധി ഇമെയിലുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചിരിക്കുന്നത്. സമസ്തയാണ് അതിശക്തമായൊരു നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് മാറ്റുന്നതിൽ പ്രത്യേക അഭിപ്രായം പറയാനില്ല എന്നാണ് മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ പറഞ്ഞത്. പാർട്ടി സെക്രട്ടറി ഇതിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ബഷീർ പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ് ഞാനിപ്പോൾ റിയാക്ട് ചെയ്യുന്നത്. ബാക്കി പാർട്ടിൻ്റേതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ പ്രത്യേകമായിട്ട് റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾ പാർട്ടിൻ്റെ തന്നെ ഒരു ജനറൽ സെക്രട്ടറിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണും. പലരും അതിൽ സംസാരിച്ചിട്ടുണ്ട്. നമ്മളായിട്ട് ഇപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. മറ്റു പാർട്ടി നേതാക്കളും സമാനമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ എതിർപ്പറിയിച്ച് V. അബ്ദുറഹ്മാൻ രംഗത്തെത്തി. വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് പലർക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കും. വിവിധ സംഘടനകൾ ഉന്നയിച്ച ബുദ്ധിമുട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിയിക്കും. ഇതിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നും V. അബ്ദുറഹ്മാൻ പറഞ്ഞു. നിലവിൽ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. അത് അറിയിക്കാൻ ബാധ്യസ്ഥരാണല്ലോ. അപ്പോൾ അത് തീരുമാനമെടുക്കുന്നത് ഓൾ ഇന്ത്യ ഇലക്ഷൻ കമ്മിറ്റി ഒരു കമ്മീഷനാണ്. കമ്മീഷൻ്റെ കാര്യത്തിൽ മുരളീധരന് പോലും അഭിപ്രായം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം അത്തരത്തിലുള്ള അഭിപ്രായം അദ്ദേഹമാണോ തീരുമാനിച്ചത്? ഇലക്ഷൻ കമ്മീഷനല്ലേ തീരുമാനിച്ചത്. അതുകൂടി മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ്. വെള്ളിയാഴ്ചത്തെ തെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന് കോൺഗ്രസ് MPയും കോഴിക്കോട്ടെ സ്ഥാനാർത്ഥിയുമായ MK രാഘവനും ആവശ്യപ്പെടുകയാണ്. മുസ്ലിം സംഘടനകളുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കണം. ഇത്തരത്തിൽ തീയതി മാറ്റിയ ചരിത്രമുണ്ട് എന്നും MK രാഘവൻ പറയുന്നു. ഒരു സംശയം വേണ്ട. അവരുമായി ബന്ധപ്പെട്ട് ആലോചിച്ചുകൊണ്ട് എന്തെല്ലാം ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കാരണം അവരുന്നയിക്കപ്പെട്ട കാര്യം ന്യായമാണ്, ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. വെള്ളിയാഴ്ച എല്ലാവർക്കും ആ ദിവസം പ്രത്യേക നോമ്പുകാലം കൂടിയാണ്. പള്ളിയിൽ പോകാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കൂടുതൽ പ്രാർത്ഥനയുടെ ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് ആ കാര്യം പരിഗണിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ച് പലതരത്തിലുള്ള കൂടിയാലോചനകൾ നടത്തി പ്രാദേശിക ഉത്സവങ്ങൾ, അവധി ദിനങ്ങൾ ഇതൊക്കെ പരിഗണിച്ചല്ലേ ഈ ഒരു തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. ലക്ഷദ്വീപിലും ഈ ഏപ്രിൽ 19 തെരഞ്ഞെടുപ്പ്, അവിടും വെള്ളിയാഴ്ചയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ട കാര്യം ന്യായമാണ്, അത് പരിഗണിക്കണം എന്നാണ് എന്റെയും ഇലക്ഷൻ കമ്മീഷനുള്ള റിക്വസ്റ്റ്. അത് പ്രായോഗികമാണോ ഇനിയിപ്പോൾ? അത് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കേണ്ട വിഷയമാണ്. പണ്ടും ഡേറ്റ് മാറ്റിയിട്ടുണ്ട്, നേരത്തെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് മാറ്റിയിട്ടുണ്ട്.
ഇതാണ് മുസ്ലിം സംഘടനകളുടെ ആവശ്യമെങ്കിൽ ലത്തീൻ സഭയുടെ ആവശ്യം മറ്റൊന്നാണ്. രാജ്യത്തെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്ന സർക്കുലർ ലത്തീൻ സഭ ഇറക്കി. 2014 ക്രൈസ്തവർക്ക് നേരെ 147 അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് എങ്കിൽ 2023 ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ 687 ഉയർന്നു എന്നാണ് സർക്കുലറിൽ പറയുന്നത്. വിഭജന മനോഭാവങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും മതമൗലിക പ്രസ്ഥാനങ്ങളും ബഹുസ്വര ധാർമ്മികതയെ തകർക്കുന്നുവെന്നും സർക്കുലർ കുറ്റപ്പെടുത്തുന്നുണ്ട്. മാർച്ച് 22 ഉപവാസ യജ്ഞത്തിന് സഭ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസത്തിൽ EP ജയരാജൻ നടത്തിയ ഒരു പരാമർശം വലിയ തോതിൽ വിവാദമായിരുന്നു. കേരളത്തിൽ LDFും BJPയും തമ്മിലാണ് പ്രധാന പോരാട്ടം പലയിടത്തും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്ക്. എന്നാൽ BJPക്ക് നല്ല സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്ന ആ നിലപാടിൽ EP ജയരാജൻ ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. ജാഗ്രത വേണം എന്ന സന്ദേശം നൽകാനാണ് പലയിടത്തും BJP സ്ഥാനാർത്ഥികൾ മികച്ചത് എന്ന് പറഞ്ഞത്. കേന്ദ്രമന്ത്രിമാരെ BJP മത്സരിപ്പിക്കുന്നത് ഇമേജ് കൂട്ടാനാണ്. മത്സരം ആരൊക്കെ തമ്മിലെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല എന്നും പിണറായി വിജയൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുമാണ് EP ജയരാജന്റെ തിരുത്ത്. പൊതുവെ പ്രഖ്യാപിച്ചിട്ടുള്ള BJP തന്നെ ചില സ്ഥാനാർത്ഥികളെ മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ആ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ എൻ്റെ CPMൻ്റെ രാഷ്ട്രീയം ആരെങ്കിലും വ്യക്തിഹത്യ നടത്താനോ പരിഹസിക്കാനോ പോവുക എന്നുള്ളതല്ല. രാജ്യത്തിൻ്റെ ആപത്തുണ്ട്, ഇത് ഉപയോഗപ്പെടുത്താനാണ് BJP സംഘപരിവാർ ശ്രമിക്കുന്നത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം, അതീവ ജാഗ്രത വേണം. അതാണ് ഞാൻ കൊടുത്ത സന്ദേശം. അതാണ് ഞാൻ BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും പറഞ്ഞത്. EP നൽകുന്ന സന്ദേശം ഇതാണ്. എങ്കിൽ മത്സരം LDFും UDFും തമ്മിലാണ് എന്നും മോദിയുടെ വരവുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല എന്നുമാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. BJPക്ക് നല്ല സ്ഥാനാർത്ഥികൾ ഉണ്ടാകാം, പക്ഷേ ഒരു സീറ്റും കിട്ടില്ല എന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. അല്ല, മോഡി കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ 10 സീറ്റിലധികം സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒരു സീറ്റും BJPക്ക് നേടാൻ സാധിക്കില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള വസ്തുത. കേരളത്തിൽ BJPക്ക് ഒരു സീറ്റും ലഭിക്കുന്നതല്ല. അത് മികച്ച സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവും. സ്ഥാനാർത്ഥികളെ നോക്കിയിട്ട് മാത്രമല്ലല്ലോ വോട്ട്, നയല്ലേ, നയമാണ് പ്രശ്നം. LDFും UDFും തമ്മിലാണ്. ഇതിനിടെ മറ്റൊരു വിവാദം കൂടി ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം ആയിരുന്നു അത്. ആ ആരോപണം തള്ളിക്കളയുകയാണ് LDF കൺവീനർ EP ജയരാജൻ. രാജീവ് ചന്ദ്രശേഖരനെ നേരിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. തനിക്ക് ബിസിനസ് ഉണ്ടായെങ്കിൽ അത് മുഴുവൻ സതീശന് കൊടുക്കാൻ തയ്യാറാണ് എന്നും EP ജയരാജൻ പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖരൻ്റെ തന്നെ ഇന്ന് വരെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരുമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല. രാജീവ് ചന്ദ്രശേഖരനെ എവിടെയുള്ള ആളുകൾ കാണുന്ന പോലെ പത്രത്തിൽ പടത്തിൽ കാണുന്നതാണ്. ആ രാജീവ് ചന്ദ്രശേഖരനെയുമായി എന്തിനാ എന്നെ ബന്ധിപ്പിച്ചത്? എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ VD സതീശന് സൗജന്യമായി കൊടുക്കുന്നു. ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒന്നായിരുന്നു പത്മജ വേണുഗോപാലിനെ CPIMലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ. അതും LDF കൺവീനർ തള്ളിക്കളയുകയാണ്. താൻ ക്ഷണിച്ചുവെങ്കിൽ അവർ CPIMലേക്കാണ് വരേണ്ടിയിരുന്നത്. തൃക്കാക്കര സമയത്ത് കുറെ കോൺഗ്രസ്സുകാർ കാണാൻ വന്നിട്ടുണ്ട്. ദല്ലാൽ നന്ദകുമാറിനെ അറിയില്ല എന്നുമാണ് EP ജയരാജൻ പറയുന്നത്. പിന്നെ ഞാൻ പത്മജ വേണുഗോപാലിനെ CPIMലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഇങ്ങോട്ടല്ലേ വരണ്ട്. അവർ പോയത് BJPയിലേക്കല്ലേ. എന്നെ കാണാൻ ഞാനത് തൃക്കാക്കര തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായപ്പോൾ ഒരുപാട് കോൺഗ്രസ്സുകാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സിനകത്തുള്ള പലരും വന്നിട്ടുണ്ട്. എന്തായാലും ദല്ലാൽ നന്ദകുമാറിനെ അറിയില്ല എന്ന EP-യുടെ ആ പരാമർശം മാധ്യമപ്രവർത്തകരും കൗതുകത്തോടെയും അത്ഭുതത്തോടെയും ഒക്കെയാണ് കേട്ടിട്ടുള്ളത് എന്നതിൽ തർക്കമില്ല. കാരണം ഇവർ ഒരുമിച്ചുള്ള ദൃശ്യങ്ങളൊക്കെ നിരവധി ലൈബ്രറികളിൽ, ഈ ചാനൽ ലൈബ്രറികളിൽ ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ EP ജയരാജൻ്റെ ആരോപണം ദല്ലാൽ നന്ദകുമാർ തള്ളിക്കളയുന്നുണ്ട്. പത്മജ വേണുഗോപാലിനെ CPIMലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത് 2 വർഷം മുമ്പാണ്. ഒരുപക്ഷെ EP ജയരാജന് ദല്ലാൽ നന്ദകുമാറിനെ അറിയില്ലായിരിക്കാം എന്നും TG നന്ദകുമാർ എന്ന് പറഞ്ഞാൽ അറിയും എന്നുമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അദ്ദേഹം നടത്തിയ പരാമർശം എന്ന് പറയുന്നത് ദല്ലാൽ നന്ദകുമാറിനെ എനിക്കറിയില്ല, അങ്ങനെ ഒരു പേര് ആരോ സൃഷ്ടിച്ച് നൽകിയതല്ലാണ്ട് എനിക്കങ്ങനെ ഒരു പേരില്ല. പക്ഷേ TG നന്ദകുമാറിനെ അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയില്ലെന്ന് അദ്ദേഹം പറയില്ല. ഒരിക്കലും പറയാൻ പറ്റും.
ഞാൻ കേട്ട പരാമർശം എന്നെ അറിയില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ തമ്മിൽ അറിയാം, അതിനകത്തൊരു തർക്കമില്ലാത്ത കാര്യം. ഇത് ഇലക്ഷൻ സമയമല്ലേ, അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറ്റി പറഞ്ഞല്ലോ. അദ്ദേഹം കഴിഞ്ഞ ദിവസം LDFും BJPയും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞു. ഇന്നല്ല LDFും UDFും എന്ന് പറഞ്ഞത്. ചിലപ്പോൾ അങ്ങനെ പറ്റിയൊരു അബദ്ധമായിരിക്കാം. എന്തായാലും ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നതിനിടെ താൻ മരണം വരെയും ഇനി BJPക്കൊപ്പം ഉണ്ടാകും എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും, താൻ ഒരു തുടക്കമാണ്, പാർട്ടിയിലേക്ക് പലരും വരും. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പേരെടുത്ത് പറയാതെ ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയെയും ശ്രദ്ധിക്കാനും അദ്ദേഹം ആരോടാണ് സംസാരിക്കുന്നത് എന്ന് വ്യക്തമായി അറിയാമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. ഇതോടൊപ്പം തന്നെയായിരുന്നു BJPയിലേക്ക് CPIMൽ നിന്നുള്ള ഒരു നേതാവ് പോകുമോ എന്ന അഭ്യൂഹം ശക്തമായിരുന്നത്. അത് മറ്റാരുമല്ല, S രാജേന്ദ്രൻ ആയിരുന്നു. എന്തായാലും പാർട്ടിയുമായുള്ള, അതായത് CPIMുമായുള്ള പിണക്കം അവസാനിപ്പിച്ച് ദേവികുളം MLA ആയ S രാജേന്ദ്രൻ ദേവികുളത്തെ LDF കൺവെൻഷനിൽ S രാജേന്ദ്രൻ പങ്കെടുത്തു. MM മണിക്കൊപ്പം വേദി പങ്കിട്ടു. പാർട്ടി നേതാക്കൾ S രാജേന്ദ്രനുമായി നടത്തിയ ചർച്ചയിലാണ് മഞ്ഞുരുക്കിയത്. S രാജേന്ദ്രൻ BJPയിലേക്ക് പോകുമെന്നും പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്നുമുള്ള അഭ്യൂഹങ്ങൾക്കിടെയാണ് LDF യോഗത്തിൽ എത്തിയത്. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് രാജേന്ദ്രൻ തിരികെ എത്തിയത്. തെരഞ്ഞെടുപ്പ് സമയത്ത് CPM അല്ല മുന്നണിയാണ് ഉള്ളതെന്നും ജോയിസിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും രാജേന്ദ്രൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാല് പിന്നെ മുന്നണിക്കകത്ത് വേറെ വേറെ പാർട്ടികളില്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ LDF എന്നുള്ള ഒറ്റ പാർട്ടി ഒറ്റക്കെട്ട്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലവിലുള്ളതും ഉണ്ടാകും, അത് അതേപടി നിൽക്കും. രാജേന്ദ്രൻ പാർട്ടി വിട്ടു പോയിട്ടില്ലെന്ന് MM മണിയും പറഞ്ഞു. രണ്ടായിരത്തി 2012 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളത്ത് A രാജയുടെ പ്രചാരണത്തിൽ വീഴ്ചയുണ്ടായെന്ന അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്നായിരുന്നു രാജേന്ദ്രനെതിരെ നടപടിയുണ്ടായത്. വീഴ്ചയുണ്ടെന്നത് ആരോപണം മാത്രമാണെന്ന് കാണിച്ച് രാജേന്ദ്രൻ കത്ത് നൽകിയെങ്കിലും നടപടി പിൻവലിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് രാജേന്ദ്രൻ സജീവമാകുന്നത് ദേവികുളം മണ്ഡലത്തിൽ കരുത്താകുമെന്നാണ് ഇടത് പ്രതീക്ഷ. അതേസമയം അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചില്ലെന്നത് തന്നെയാണ് രാജേന്ദ്രന്റെ പ്രതികരണം. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യയിൽ തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ പ്രചാരണം അതിശക്തമാക്കി മുന്നോട്ടു പോവുകയാണ്. എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ കൂടുതൽ ആവേശത്തിൽ ആണ്. ഇത്തവണ വിജയം ഉറപ്പാണ്, വിജയം ആവർത്തിക്കും എന്നാണ് ഹൈബി ഈഡൻ പറയുന്നത്. കഴിഞ്ഞ തവണത്തെ 2019 സമാനമായ തെരഞ്ഞെടുപ്പ് ഡേറ്റ്സ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഏപ്രിൽ 23 തെരഞ്ഞെടുപ്പ്. ഇത്തവണ ഏപ്രിൽ 26 മനസ്സിലാക്കുന്നത്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് സംഘടനാപരമായ എല്ലാ പ്രവർത്തനങ്ങളിലും UDF ഏറെ മുന്നിലാണ്. സംഘടന വളരെ കൃത്യമായി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി കൂടുതൽ ജനങ്ങളുമായി ഈ പരമാവധി സമയം പ്രയോജനപ്പെടുത്തി ജനങ്ങളിലേക്ക് ക്യാമ്പയിൻ എത്തിക്കുക എന്നുള്ളതാണ്. ഈ സർക്കാരിനെതിരെയുള്ള, സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെയുള്ള ഒരു വലിയ ക്യാമ്പയിൻ നയിക്കാൻ, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, കൂടുതൽ ജനങ്ങളിലേക്ക് ജനവിരുദ്ധ സർക്കാരിന്റെ മുഖം തുറന്നു കാണിക്കാൻ വേണ്ടി ഈ അവസരം ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. റൈറ്റ്. അങ്ങനെ വലിയ പ്രതീക്ഷ പുലർത്തുമ്പോൾ തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്ന് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. വിശ്വാസ സമൂഹത്തിന്റെ പിന്തുണ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു എന്നും ശശി തരൂർ ന്യൂസ് 18 പറഞ്ഞു. നോമ്പുകാലമായതിനാൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളും മറ്റ് ഉപവാസങ്ങളുമൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ കൂടുതലായും ദേവാലയങ്ങളിലെത്തി വിശ്വാസികളെയും ഒപ്പം തന്നെ വൈദികരെയും ഒക്കെ കണ്ട് പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ 3 കക്ഷികളുടെയും സ്ഥാനാർത്ഥികൾ, 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശശി തരൂരിന്റെ നേതൃത്വത്തിൽ മണ്ണന്തലയിലും അതോടൊപ്പം തന്നെ പരുത്തിപ്പാറയിലുമുള്ള ദേവാലയങ്ങൾ സന്ദർശിച്ചതിന് ശേഷമാണ് അദ്ദേഹം
PMGയിലെ ലൂർദ് ഫെറോന പള്ളിയിൽ വിശ്വാസികളുടെ വോട്ട് തേടി എത്തിയിരിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ അദ്ദേഹത്തോട് ഒപ്പമുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് ഏത് തരത്തിലായിരിക്കും വോട്ടർമാരുടെ മനസ്സിനെ സ്വാധീനിക്കാനാവുക എന്ന വലിയൊരു ചോദ്യമുണ്ട്. ശ്രീ ശശി തരൂർ, എങ്ങനെ പുരോഗമിക്കുന്നു പ്രചാരണം? ഇന്ന് എങ്ങനെ പുരോഗമിക്കുന്നു? നോക്കൂ, നമ്മുടെ പ്രചരണം എന്തായാലും നടക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഞായറാഴ്ച രാവിലെ കാരണം 7:30 മണി മുതൽ ഓരോരു പള്ളിയിൽ സഞ്ചരിച്ചു. കുറേ ആൾക്കാരെ കാണാൻ സാധിച്ചു. ഒരു കല്യാണത്തിൽ കയറി ഇറങ്ങി. ഇപ്പോൾ ഇന്ന് ഒരു ഊണ് നേർച്ച എന്ന് പറഞ്ഞ സെന്റ് ജോസഫ്സിന്റെ ഫീസ്റ്റിന് വേണ്ടിയുണ്ട്. എന്നെ ക്ഷണിച്ചിട്ട് ഞാൻ അതിനെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ജനങ്ങളെ കണ്ട ഒരു വോട്ട് പിന്തുണ എങ്ങനെ ലഭിക്കുന്നു? പിന്തുണ ഞാൻ പോയവിടെ എല്ലാവരുടെയും ഭയങ്കര പിന്തുണയാണ് കാണുന്നത്. അവസാനത്തെ വോട്ടിൽ തീരുമാനിക്കണ്ടേ. തീർച്ചയായിട്ടും എല്ലാ ആശംസകളും. അപ്പോൾ അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരവും സമാനമായ തരത്തിൽ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലേക്ക് വോട്ട് തേടി എത്തുന്ന തരത്തിലാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം UDFന്റെ ഇലക്ഷൻ ക്യാമ്പ് സജ്ജമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. തിരുവനന്തപുരത്തെ പ്രധാന എതിരാളി LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. LDFും BJPയും തമ്മിലാണ് മത്സരമെന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ പറഞ്ഞത് മറ്റേതെങ്കിലും സ്ഥലത്തെക്കുറിച്ചാകും. ആരൊക്കെ തമ്മിലാണ് മത്സരമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എന്നുമാണ് പന്ന്യൻ ചോദിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷമുള്ള ആദ്യ ദിവസത്തെ പ്രചരണ പരിപാടികളാണ്. LDFന്റെ സ്ഥാനാർത്ഥി ശ്രീ പന്ന്യൻ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ വലിയ തോതിൽ രാഷ്ട്രീയം ചർച്ചയാവുന്നുണ്ട്, മതേതരത്വം ചർച്ചയാവുന്നുണ്ട്, വികസനം ചർച്ചയാവുന്നുണ്ട്. LDF എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്? ഇതെല്ലാം നമ്മുടെ ചർച്ചയിലുള്ളതാണ്. ആദ്യം നമ്മുടെ നാട്ടിന്റെ നിലനിൽപ്പാണ്. ആ നാട്ടിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന CAA അതൊരു വലിയ കുരുക്കാണ്. മനുഷ്യന്റെ മനസ്സിനകത്ത് ഇപ്പം ഭയത്തിന്റെ ഭാഗം കടന്നു വരുന്നതായിരിക്കും. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ വളരെ ബോധപൂർവമായ തീരുമാനമാണ്. ആ തീരുമാനം സാധാരണ മനുഷ്യനെ വല്ലാത്ത വിഷമത്തിലാക്കിയിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നയങ്ങളെല്ലാം മോഡി എല്ലാം റെഡിയാക്കും എന്ന് പറഞ്ഞാൽ മോഡി ഒന്നും ചെയ്തില്ല എന്നുള്ള കാര്യം പാവങ്ങളെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന് പണക്കാരെ വമ്പം പണക്കാരാക്കി മാറ്റി. മോദി ഒന്നും ചെയ്തില്ല എന്നാണ് പന്ന്യൻ രവീന്ദ്രൻ പറയുന്നത്. അതേസമയം മോദി സർക്കാർ വീണ്ടും വരുമെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഉറപ്പാണ് എന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കിയത്. 2019 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പ്രചരിപ്പിച്ചു. എന്നാൽ ഇത്തവണ അങ്ങനെ ഒരു പ്രചാരണമില്ല. കേരള രാഷ്ട്രീയത്തിൽ UDFനും LDFനും ഇനി ഭാവിയില്ല എന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. വോട്ടിംഗ് എത്തി എന്നത് ഇന്ന് ആരംഭിച്ചത് BJPയുടെ തീം സോങ്ങും ആയിട്ടായിരുന്നു. അപ്പോൾ തന്നെ സൂചിപ്പിച്ചു BJP മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഒക്കെ ഇത്തരത്തിൽ ഗാനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് എന്ന്. CPIM സ്ഥാനാർത്ഥി, പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ ഇത്തരത്തിൽ തയ്യാറാക്കിയ ഒരു ഗാനത്തോടുകൂടി വോട്ടിംഗ് എത്തി അവസാനിക്കുന്നു. നമസ്കാരം. നാടിന്റെ ചിഹ്നം ഇതാ, അരിവാൾ ചുറ്റിക നക്ഷത്രം. ഐസക് വിജയിക്കും. ഐസക് വന്നാലെല്ലാം മാറും. ഐസക് വിജയിക്കും. പുത്തൻ ചിന്തകൾ നാടിനെ മാറ്റും. ഐസക് വിജയിക്കും. വോട്ട് പോടലാമാ. തിരുവനന്തപുരം